Sometimes when we think about death, ചില സമയങ്ങളിൽ നമ്മൾ മരണത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ I mean, we may not be thinking of death all the time, but once in a while, certainly that thought does come. എപ്പോഴും നമ്മൾ മരണത്തിനെക്കുറിച്ച് ഓർക്കാറില്ലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും മരണത്തിനെക്കുറിച്ചുള്ള ചിന്ത നമ്മൾക്ക് വരാറുണ്ട്. Especially when we visit the homes of people who someone has died. പ്രത്യേകിച്ചും നമ്മൾ ഏതെങ്കിലും മരണ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ വരാറുണ്ട്. Or even otherwise, we may think of what will happen after I die. അങ്ങനെ അല്ലെങ്കിൽ പോലും ചില സമയങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്തുവായിരിക്കും സംഭവിക്കുന്നത്? Will everything just finish off? എല്ലാം അതുകൊണ്ട് അങ്ങ് അവസാനിക്കുമോ? If so, what's the use of working hard? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അധ്വാനിക്കുന്നതിന്റെ എന്താണ് പ്രയോജനം? Well, Apostle Paul dealt with this in the book of 1 Corinthians chapter 15. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് കൈകാര്യം ചെയ്യുന്നുണ്ട്. In verse 12 he says, now if Christ is preached that he has been raised from the dead, how do some among you say there is no resurrection of the dead? 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? Verse 13 he argues, 13-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, but if there is no resurrection of the dead, then Christ is not risen. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. So he takes it as a given that okay, Christ has risen. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് അങ്ങ് പറയുന്നത്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. He says Christ is risen, he was seen by so many people. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു, പലര് യേശുവിനെ കണ്ടിരുന്നു. This is what we believe. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. This is the foundation of our belief. ഇതാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. Now if we believe that, then surely we must also believe that there is a resurrection from the dead. അപ്പോൾ നാം അങ്ങനെ വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും മരണത്തിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം ഉണ്ട്. In verse 16 16-ാമത്തെ വാക്യത്തിൽ he says, പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, for if the dead are not raised, not even Christ has been raised. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. And if Christ has not been raised, your faith is worthless and you are still in your sins. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. Dear brothers and sisters, I want to remind you that even though this body is going to die, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈ ശരീരം ഒരു ദിവസം മരിക്കും എങ്കിലും we will all those who are in Christ, we will have a new resurrection body. ക്രിസ്തുവിലായിരിക്കുന്ന ഏവർക്കും ഒരു പുനരുത്ഥാനത്തിന്റെ ശരീരം ലഭിക്കും. So Paul says, in verse 35 he says, but someone will say, how are the dead raised? With what kind of body do they come? പക്ഷേ 35-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. Naturally we will also think, somebody dies in a plane crash and then there is nothing found, then how they will be raised? If they are intact in one place, maybe they can be raised. What will happen? The mechanics of it. How will it be? അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളും സ്വാഭാവികമായിട്ട് ചിന്തിച്ചേക്കാം, ഒരു വ്യക്തി പ്ലെയിൻ ക്രാഷിൽ
അപകടത്തിൽ മരിച്ചു, എന്നിട്ട് ആ വ്യക്തിയുടെ ശരീരം കണ്ടു കിട്ടിയില്ല എങ്കിൽ പിന്നെ ആ വ്യക്തിയുടെ ശരീരം എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. Anyway, Paul just says, don't be foolish, look around. അങ്ങനെയാണെങ്കിൽ പോലും പൗലോസ് ഇങ്ങനെ പറയുന്നു, ഓ നിങ്ങൾ മൂഢരാകരുത്, നിങ്ങൾ ചുറ്റുപാടും ഒന്ന് നോക്ക്. When a seed is sown, there is a death, but then something new comes out. ഒരു വിത്ത് നമ്മൾ വിതയ്ക്കുവാണെങ്കിൽ ആ വിത്തിന്റെ മരണം ഉണ്ടാകുന്നു, പക്ഷെ അതിൽ നിന്ന് ഒരു ജീവൻ ഉളവാകുന്നുണ്ട്. So in verse 42 onwards, he says, അപ്പോൾ 42-ാമത്തെ വാക്യം തൊട്ട് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, so also is the resurrection of the dead. It is sown a perishable body, it is raised an imperishable body. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ആ ദ്രവത്വത്തിൽ ഉയർക്കുന്നു. Oh, so we are going to have a body which is imperishable. അപ്പോൾ നമുക്ക് ആ ദ്രവത്വത്തിന്റെ ഒരു ശരീരം കിട്ടുവാൻ പോകുകയാണ്. Many of us are troubled with our bodies, isn't it? നമ്മളിൽ പലരും നമ്മുടെ ശരീരങ്ങളെ ഓർത്ത് വിഷമിക്കാറുണ്ട്. Aches and pains and creaks and all kinds of things. പല സ്ഥലങ്ങളിൽ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ശരീരമാണല്ലോ. But we will have an imperishable body. പക്ഷേ ഒരു ദിവസം നമുക്ക് അദ്രവത്വത്തിൽ ഉള്ള ഒരു ശരീരം We will have a glorious body. നമുക്ക് മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരം ലഭിക്കാൻ പോവുകയാണ്. We will have, very interesting, we will have a spiritual body. വളരെ Verse രസകരമായിട്ടുള്ള 44 says, ഉള്ളൊരു കാര്യം 44-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നമുക്ക് ഒരു ആത്മീയ ശരീരം ലഭിക്കുവാൻ പോവുകയാണ്. That looks little odd, isn't it? അത് നമുക്ക് ഇച്ചിരി Either we വിചിത്രമായിട്ട് have തോന്നിയേക്കാം. spirit, body, but we will have a spiritual body. നമ്മൾ ആത്മാവും ശരീരവും ഒക്കെ ആണല്ലോ, നമുക്ക് ആത്മീയ ശരീരം അതെങ്ങനെയാ ലഭിക്കുന്നത്? Well, the best guess we can have or understanding we can have about spiritual body is whatever body Jesus Christ had after his resurrection, that kind of a body. ആത്മീയ ശരീരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല അർത്ഥം നമുക്ക് കിട്ടാവുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം യേശുവിന് കിട്ടിയ ശരീരം എങ്ങനെയായിരുന്നു അത് തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. You see, there is a difference between the body which Jesus had after resurrection and which Lazarus had after his resurrection. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ലഭിച്ച ശരീരത്തിൻ്റെയും ലാസറിന് പുനരുദ്ധാനത്തിന് ശേഷം ലഭിച്ച ശരീരത്തിനും വ്യത്യാസമുണ്ട്. What's the difference? അതെന്താണ് ആ വ്യത്യാസം? Lazarus, come out. ലാസറേ നീ പുറത്തിറങ്ങി വാ. Lazarus came out. അപ്പോൾ ലാസറസ് പുറത്തിറങ്ങി വന്നു. So Lazarus had a body. അപ്പോൾ ലാസറിന് ഒരു ശരീരം ഉണ്ടായിരുന്നല്ലോ. So what's the difference between that body and the body which Jesus Christ had after he got resurrected? അപ്പോൾ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ലഭിച്ച ശരീരവും ലാസറിന്റെ ശരീരവും തമ്മിൽ എന്തുവായിരുന്നു വ്യത്യാസം? Some of you are saying, Brother Sunil, why are you asking such silly, simple question? അപ്പോൾ നിങ്ങളിൽ ചിലർ ചിന്തിച്ചേക്കാം, സഹോദര സുനിലെ താങ്കൾ എന്തിനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? Because Lazarus, even after he was resurrected, he again died. എന്താന്ന് വെച്ചാൽ ലാസർ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം പിന്നെയും ഒരു ദിവസം മരിച്ചു. But Jesus, after he rose again, he will never die. പക്ഷേ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല. He received an imperishable body. യേശുവിന് അദ്രവത്വത്തിന്റെ ഒരു ശരീരമാണ് ലഭിച്ചത്. Nashikata, he received a body that will not perish. നശിച്ചു പോകാത്ത ഒരു ശരീരമാണ് യേശുവിന് ലഭിച്ചത്. So in verse 49, Apostle Paul says, അപ്പോൾ 49-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, just as we have borne the image of the earthly, we will also bear the image of the heavenly. So in other words, just as we were like Adam, we will also be like Jesus Christ's body. We will bear the image of that also. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അതായത് നമുക്ക് ആദമിന്റെ ശരീരം ഉണ്ടായിരുന്നത് പോലെ ഇനിയും നമുക്ക് യേശുക്രിസ്തുവിന്റെ ശരീരം ലഭിക്കും. And Apostle Paul says in verse 51,
51-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. You know, this is old English. In the newer English, he says, listen, I will tell you a mystery. ഇംഗ്ലീഷിൽ ബിഹോൾഡ് എന്ന് പറയുന്നത് അത് അതിൻ്റെ അർത്ഥം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാൻ പോകുകയാണ്. A mystery in the sense, earlier it was not known, now I am telling it to you. മർമ്മം എന്ന് പറയുമ്പോൾ നേരത്തെ അതിൻ്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് നിങ്ങൾക്ക് തുറന്നു തരുകയാണ്. We will all be changed. നമ്മൾ എല്ലാവരും മാറ്റപ്പെടാൻ പോവുകയാണ്. In a moment. അതൊരു ഞൊടി നേരത്തിൽ സംഭവിക്കാൻ In പോവുകയാണ്. the time that twinkling of eye takes, you know. അതൊരു ഞൊടി നേരത്തിൽ, അതായത് ഒരു കണ്ണടച്ചു തുറക്കുന്ന ആ സമയത്തിൽ At the last trumpet, അത് അവസാനത്തെ കാഹളധ്വനിയുടെ സമയത്ത് the dead will be raised. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കപ്പെടും. And we will be changed. എന്നിട്ട് നമ്മൾ രൂപാന്തരപ്പെടും. This perishable body will put on imperishability. ഈ നശിച്ചു പോകുന്ന ശരീരം നശ്വരമാകാത്ത ഒരു ശരീരമായിട്ട് മാറും. Hallelujah. Hallelujah. I think we hear this verse only when during burial time. It's good to hear it on Sundays also. നമ്മൾ ഈ ഫ്യൂണറൽ സർവീസിൽ മരിച്ചവരുടെ വീട്ടിൽ പോകുമ്പോൾ ആ ചടങ്ങിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നത്. പക്ഷെ ഈ സമയത്തും കേൾക്കുന്നത് വളരെ നല്ലതാണെന്ന്. Of course it is good to speak at that time, but it's also good that when we are not already sad to hear it. ആ സമയത്ത് പറയുന്നത് വളരെ നല്ല കാര്യമാണ്, പക്ഷേ നമ്മൾ ദുഃഖിച്ച് ഇരിക്കാത്ത സമയങ്ങളിലും ഈ കാര്യങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. So verse 54, Apostle Paul says, അപ്പോൾ 54-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. So when this corruptible shall have put on incorruption and this mortal shall have put on immortality, then shall be brought to pass the saying that is written. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. When that happens, അങ്ങനെ സംഭവിക്കുമ്പോൾ, then what is written will be fulfilled. അങ്ങനെ സംഭവിക്കുമ്പോൾ ചില കാര്യങ്ങൾ എഴുതപ്പെട്ട കാര്യം നിവൃത്തിയാകും. Dear brothers and sisters, we already have the victory over death. പ്രിയ സഹോദരങ്ങളെ, മരണത്തിന് മുകളിലുള്ള ജയം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. In Hebrews chapter 2, എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തില്, you know, there in verse 14, 2:14 it says ഇങ്ങനെയാണ് പറയുന്നത്, that Jesus through death he rendered powerless him who had the power of death, that is the devil. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. Why did he do that? എന്തിന് യേശു അങ്ങനെ ചെയ്തു? Because so that he might free those who through fear of death were subject to slavery all their lives. എന്താന്ന് വെച്ചാൽ തന്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിക്കുവാൻ വേണ്ടി. Dear brothers and sisters, പ്രിയ സഹോദരങ്ങളെ, if you are in Christ, നിങ്ങൾ യേശുക്രിസ്തുവിൽ ആണെങ്കിൽ you don't need to fear death. നിങ്ങൾക്ക് മരണത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. It can only temporarily end your life here. അത് നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിനെ താൽക്കാലികമായിട്ടൊന്ന് നിർത്തിവെച്ചേക്കാം. But it cannot do lasting harm to you. പക്ഷേ നിങ്ങൾക്ക് അത് നിത്യതയോളമുള്ള ഹാനി കൊണ്ടുവരത്തില്ല. Therefore you and I don't need to fear death. അതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും മരണത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. Hallelujah. 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 And the reason is because Jesus through his resurrection has won over death. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തെ യേശു ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. So this Easter Sunday, അതുകൊണ്ട് ഈ ഈസ്റ്റർ ഞായറാഴ്ച we are not only celebrating the fact that Jesus rose again, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അതിൽ സന്തോഷിക്കുക മാത്രമല്ല, we are also rejoicing that
we will also rise again. നമ്മളും കൂടെ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കുക We are കൂടിയാണ്. not only saying that death did not have the final say on Jesus. നമ്മൾ ഇങ്ങനെ മാത്രമല്ല പറയുന്നത്, അതായത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ മരണം അത് ജയിച്ചില്ല എന്ന് മാത്രമല്ല, We are also saying death, you cannot have final say on my life. നമ്മൾ ഇങ്ങനെയും കൂടെ പറയുവാണ്, മരണമേ നിനക്ക് എന്റെ ജീവിതത്തിന്മേലും ജയിക്കാൻ പറ്റത്തില്ല. And that is why that song says, അതുകൊണ്ടാണ് ഒരു പാട്ട് ഇങ്ങനെ പറയപ്പെടുന്നത്. Malayalam song says, ആ മലയാളം പാട്ട് ഇങ്ങനെയാണ് അതിന്റെ വരികള്, ഞങ്ങൾ ഈ മൃത്യുവിനെ വെല്ലുവിളിക്കുകയാണ്. We will challenge this death. Hallelujah. Hallelujah. It is not just that we are in a place by the grace of God through Christ Jesus where we can say that death cannot have the final victory over us. ദൈവത്തിന്റെ കൃപയാൽ യേശു ക്രിസ്തുവിനാൽ നമ്മൾക്ക് ഇങ്ങനെ ധൈര്യത്തോടെ പറയാൻ പറ്റും, മരണത്തിന് എന്റെ ജീവിതത്തിന്മേൽ ജയം പ്രാപിക്കാൻ പറ്റത്തില്ല. So all those of you who are in Christ Jesus, അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, I want to remind you that we will all have resurrection bodies. ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ശരീരങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. And Apostle Paul, അപ്പോസ്തലനായ പൗലോസ് he would not just finish by saying this much. ഇത്ര മാത്രം പറഞ്ഞിട്ട് നിർത്തുകയല്ല, He would say something more. കുറച്ചും കൂടെ പറയുന്നുണ്ട്. He did not just say thanks be to God, he gives us victory through Christ Jesus. യേശു ക്രിസ്തുവിനാൽ നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നില്ല. By the way, this thanks be to God who gives us victory through Christ Jesus, here it is in the sense of victory over death. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നത്, യേശു ക്രിസ്തുവിനാൽ നമുക്ക് എല്ലാത്തിലും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇവിടെ മരണത്തിന്മേൽ ജയം തരുന്ന കാര്യമാണ് ഈ പറയപ്പെടുന്നത്. So now that we have such a great hope, അപ്പോൾ നമുക്ക് ഇത്ര വലിയ പ്രത്യാശയുള്ളപ്പോൾ, we have so much assurance, നമുക്ക് ഇത്രമാത്രം ഉറപ്പുള്ളപ്പോൾ, how does that affect our daily life? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? And that is what is there in the last verse of chapter 15. ആ കാര്യങ്ങളാണ് 15-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. Wonderful verse. അതൊരു മനോഹരമായിട്ടുള്ള വാക്യം തന്നെയാണ്. Wonderful conclusion. വളരെ മനോഹരമായിട്ട് തന്നെ അത് അവസാനിപ്പിക്കുകയാണ്. Look at the word, therefore my beloved brethren. അത് തുടങ്ങുന്ന ഇങ്ങനെയാണ്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ. Therefore means, oh, Christ has risen again. ആകയാൽ എന്ന് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം എന്തുവാണ്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് We will have imperishable bodies. നമുക്ക് നശ്വരമല്ലാത്ത ശരീരങ്ങൾ ലഭിക്കും. Death will not have the final say over us. മരണത്തിന് നമ്മുടെ മേൽ ജയം പ്രാപിക്കാൻ പറ്റത്തില്ല. Therefore, അതുകൊണ്ട് ആകയാൽ be steadfast, immovable, always abounding in the work of the Lord. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും എപ്പോഴും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞ് തുടർന്നുകൊണ്ടിരിക്കുക. This reality about the resurrection of Jesus Christ and future resurrection of our bodies should energize us. ഈ ഒരു യാഥാർത്ഥ്യം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും പിന്നെ ഭാവിയിൽ നമ്മുടെ ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ ഊർജം തരുന്ന കാര്യങ്ങളാണ്. I'm sure many of you have sometimes, especially those who are working hard in the Lord, sometimes you think, വല്ല പ്രയോജനമുണ്ടോ ഇതൊക്കെ, is there any use? You're working so hard. എനിക്ക് മനസ്സിലാക്കാം, ചില സമയങ്ങൾ പ്രത്യേകിച്ചും കർത്താവിൽ അധ്വാനിക്കുന്നവരുടെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ വന്നേക്കാം. ഓ, ഇത്രയൊക്കെ പ്രയത്നിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? And this especially would happen when you are discouraged. പ്രത്യേകിച്ച് ഇത് സംഭവിക്കുന്നത് നമ്മൾ നിരുത്സാഹപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും. Maybe if you are criticized. ചിലപ്പോൾ പലര് കുറ്റം ചുമത്തുമ്പോഴായിരിക്കും. Maybe if you are tired. നമ്മൾ ക്ഷീണിതരായിരിക്കുമ്പോഴായിരിക്കും. At that time the Lord reminds you. ആ സമയങ്ങളിൽ
saying amongst the Malayalis that whatever it is, already mannile povundadayi, അപ്പൊ മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, എന്ത് വന്നാലും ശരി ഇനി ഒരു ദിവസം 6 അടി മണ്ണിലോട്ടല്ലേ പോകുന്നത്. Sorry, those of you who are in Christ Jesus, we cannot agree with that. അയ്യോ ക്ഷമിക്കണം, ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾക്ക് ആ ഒരു പറച്ചിലിനോട് യോജിക്കാൻ പറ്റത്തില്ല. Because we will have resurrection bodies. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ദിവസം ഉയർത്തെഴുന്നേൽപ്പിന്റെ ശരീരം കിട്ടാൻ പോകുകയാണ്. You say, when I die, it will not be the end, it will be the interval. അപ്പോൾ അത് ഞാൻ മരിക്കുമ്പോൾ അത് ദ എൻഡ് എന്നല്ലായിരിക്കും വരുന്നത്, ഇടവേള, ഇന്റർവെൽ എന്നുള്ള ഒരു സമയമായിട്ടായിരിക്കും വരുന്നത്. Hallelujah. ഹല്ലേലൂയ. Because if it was the end, then there was no point of our working hard, dear brothers and sisters. അഥവാ ദ എൻഡ് അവസാനം എന്നുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ച് ഇത്രയും അധ്വാനിക്കേണ്ടതിന് യാതൊരു പ്രയോജനവുമില്ലായിരുന്നു. Those of you who believe in the depth of your heart that because you are in Christ Jesus, you will have resurrection bodies. യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ശരീരം കിട്ടുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ വിശ്വസിക്കുന്നവർ, You can tell it this hope to the person sitting next to you, brother or sister, you know what? I believe I will have a resurrection body. അങ്ങനെ വിശ്വസിക്കുന്നവർ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് നിങ്ങളുടെ ഈ പ്രത്യാശയെക്കുറിച്ച് ഒന്ന് പറഞ്ഞാട്ടെ. അതായത്, സഹോദര സഹോദരി, എനിക്ക് പുനരുദ്ധാനത്തിന്റെ ഒരു ശരീരം ലഭിക്കാൻ പോവുകയാണ്. And this is not because of something what we have done. അത് നമ്മൾ എന്തോ No need to boast. അത് നമ്മൾ എന്തോ ചെയ്ത കാരണത്താൽ ലഭിക്കുന്ന ഒരു കാര്യമല്ല. നമുക്കിതിൽ ഒരു കാര്യം അഹങ്കരിക്കാനില്ല. But we boast in the Lord. പക്ഷേ നമ്മുടെ പ്രശംസ കർത്താവിലത്രേ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Praise be to God. ദൈവത്തിന് സ്തുതി ഉണ്ടാകട്ടെ. After having encouraged you with this word, ഈ വാക്കുകളാൽ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് ശേഷം I want to take you through a series of passages ഞാൻ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളെ കടത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. which talks about remembering the poor. അത് ദരിദ്രരെ ഓർക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ, വേദഭാഗങ്ങളാണ്. So some of you are thinking, I thought we had moved on. അപ്പോൾ നിങ്ങളിൽ ചിലർ ചിന്തിച്ചേക്കാം, അയ്യോ അതൊക്കെ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കേട്ട് കഴിഞ്ഞ കാര്യങ്ങളല്ലേ, വീണ്ടും പറയണോ? No. I think I'm not going to repeat the message which Pastor Jeffy and Brother C.B. Samuel gave to us. പാസ്റ്റർ ജെഫിയും ബ്രദർ C.B. സാമുവലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് തന്ന സന്ദേശങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാൻ പോകുകയല്ല. But I'm going to be around that only. പക്ഷേ ഞാൻ അതിനെ ചുറ്റിപ്പറ്റി നിന്ന് തന്നെയാണ് ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. It's very important for us to hear the word of the Lord. ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഇരിക്കുന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. So this morning's message, frankly, I will not be preaching much. അതുകൊണ്ട് ഇന്ന് രാവിലത്തെ ആ സന്ദേശത്തിൽ ഞാൻ അധികം അങ്ങ് പ്രസംഗിക്കാനല്ല പോകുന്നത്. Recently someone sent a letter to our pastor saying it is good to read from the word of God. അടുത്തിടെ നമ്മുടെ പാസ്റ്ററിന് ഒരാൾ ഒരു സന്ദേശം അയച്ചു, ദൈവവചനത്തിന്റെ വായന നമ്മുടെ സഭയിൽ ചെയ്യുന്നത് നല്ലതാണ്. I partly agree with it because the word of God is very powerful when we hear it. ഞാൻ ഭാഗികമായിട്ട് അതിനോട് യോജിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ദൈവവചനം അത് ശക്തിയേറിയ കാര്യമാണ്. അത് നമ്മൾ കേൾക്കുമ്പോൾ അത് ചില കാര്യങ്ങൾ ഉളവാക്കുന്നുണ്ട്. So are we ready to hear the word of the Lord literally? അതുകൊണ്ട് അക്ഷരികമായിട്ട് നമ്മൾ ദൈവവചനം കേൾക്കുവാൻ തയ്യാറാണോ? Yes. ആണോ? Yes. So it's like I have taken some choice morsels for you to feed on. Some wonderful verses and passages. ഞാൻ ഈ വേദഭാഗത്ത് നിന്ന് ചില മനോഹരമായിട്ടുള്ള ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് കഴിക്കാൻ ഏറ്റവും രുചികരമായിട്ടുള്ള മെന്മേറിയ കാര്യങ്ങൾ എടുത്ത് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോവുകയാണ്. So Proverbs chapter 19 verse 17. സദൃശ്യവാക്യങ്ങൾ 19:17.
It is worth looking at this verse again. ഈ ഒരു വാക്യത്തിലേക്ക് വീണ്ടും നോക്കുന്നത് വളരെ നല്ല കാര്യമാണ് തന്നെയാണ്. Whoever is kind to the poor lends to the Lord and will be repaid in full. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. Just think about it. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. Who doesn't want to serve a wonderful person? ഒരു വളരെ നല്ല ഒരു വ്യക്തിയെ സേവിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? The God who owns the whole world, ഈ ലോകത്തിന്റെ മുഴുവൻ യജമാനനായിട്ടിരിക്കുന്ന ഈ ദൈവം, can you imagine you, yes, as a matter of fact, God, I want to lend you this much money. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ദൈവത്തിന് കൊടുത്തിട്ട് പറയാം, ദൈവമേ അങ്ങേക്ക് ഞാൻ കുറച്ച് പൈസ വായ്പ തരാൻ ആഗ്രഹിക്കുന്നു. The interesting thing is the Lord accepts that. രസകരമായിട്ടുള്ള കാര്യം ഇതാന്ന് വെച്ചാൽ ദൈവം അതങ്ങ് സ്വീകരിക്കുന്നുണ്ട്. Why he has to accept from us? നമ്മളെ പോലുള്ള ആൾക്കാരിൽ നിന്നും എന്തിനാണ് ദൈവം ആ പണം സ്വീകരിക്കേണ്ടത്? But he accepts it. പക്ഷെ ദൈവം അത് സ്വീകരിക്കുന്നുണ്ട്. But then he accepts it, he says, you will be repaid to the full. ദൈവം അത് സ്വീകരിക്കുന്ന സമയത്ത് ഇങ്ങനെയും പറയുന്നുണ്ട്, നീ ചെയ്ത നന്മയ്ക്ക് പൂർണ്ണമായിട്ടും പകരം കൊടുക്കപ്പെടും. Wow. But this, God is taking this loan or, from us. ഇതെന്തൊരു നല്ല കാര്യമാണ്. ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് ഈ വായ്പ എടുക്കുന്നു on behalf of the poor. അത് ദരിദ്രരുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ആണ് ഈ വായ്പ മേടിക്കുന്നത്. God is identifying himself with the poor. അതായത് ദൈവം ദരിദ്രരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ ആ കഷ്ടപ്പാടുകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. Can you imagine? I mean, it's difficult to imagine that you ended up giving money to God. ഓ, നിങ്ങൾ ദൈവത്തിന് പണം കൊടുക്കുന്നു എന്നുള്ള കാര്യം ഇത് സങ്കല്പിക്കാൻ പോലും പ്രയാസമുള്ള കാര്യമാണ്. Actually, it is difficult to imagine. ഇത് സങ്കല്പിക്കാൻ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. You see, that is why when Jesus Christ speaks a parable in Matthew chapter 25, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു ഒരു ഉപമ പറയുമ്പോൾ, in the parable of sheep and goats, അതായത് ആടുകളുടെയും ചെമ്മരിയാടുകളുടെയും ആ ഉപമ പറയുമ്പോൾ, there the people say, I mean, when did we feed you? When did we clothe you? അപ്പോൾ ആ ഉപമ കേട്ടിട്ട് ജനങ്ങൾ ചിലർ ചോദിക്കുന്നു, ഞങ്ങൾ എപ്പോഴാണ് അങ്ങേക്ക് ഭക്ഷണം തന്നത്? ഞങ്ങൾ എപ്പോഴാണ് അങ്ങേക്ക് വസ്ത്രം തന്നത്? Matthew 25 verse 40. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. The king will answer and say to them, രാജാവ് അവരോട് ഇങ്ങനെ പറയും, truly I say to you, സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, to the extent that you did it to one of these brothers of mine, even the least of them, you did it to me. എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ടും പറയുന്നു. I mean, God is not even saying that you did a good thing. He's saying you did it for me. യേശു ക്രിസ്തു ഇങ്ങനെയല്ല പറയുന്നത്, കൊള്ളാം നിങ്ങളൊരു നല്ല കാര്യമാണ് ചെയ്തത്. അങ്ങനെ പോലുമല്ല. യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ അത് എനിക്ക് വേണ്ടി ചെയ്തു എന്ന്. Dear brothers and sisters, let this sink in. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു യാഥാർത്ഥ്യം, ഈ ഒരു സത്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. God is not saying that
he's an idol and put some money to the idol. ദൈവം ഇങ്ങനെയല്ല പറയുന്നത്, ഞാനൊരു വിഗ്രഹമാണ്, ഈ വിഗ്രഹത്തിന്റെ കാൽ കീഴിലോട്ട് കുറച്ച് പണം കൊണ്ട് വെക്കണം. Or give me milk, I want to drink milk. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പാല് താ, ഞാൻ പാല് കുടിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to eat bananas. എനിക്ക് പഴം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊന്നുമല്ല പറയുന്നത്. No, what he's saying, when you feed these people, when you clothe these people, when you visit them in their prison, you know, you are doing it for me. യേശു ക്രിസ്തു അവരോട് ഇങ്ങനെയാണ് പറയുന്നത്, അല്ല, നിങ്ങൾ ഈ ഏറ്റവും ചെറിയവർക്ക് ഭക്ഷണം കൊടുക്കുവോ, വസ്ത്രം കൊടുക്കുവോ, അല്ലെങ്കിൽ അവരെ ജയിലിൽ പോയി വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അത് നിങ്ങൾ എനിക്ക് വേണ്ടിയായിരുന്നു ചെയ്തത്. Let me take you to another interesting verse. ഞാൻ നിങ്ങളെ വേറെ ഒരു താല്പര്യം ഉണർത്തുന്ന ഒരു ഭാഗത്തേക്ക് കൊണ്ടുചെല്ലാം. You see, those of you who are listening to these verses with a humble heart, this will cause some change in you and in your life. I'm telling you, you will never be the same again. താഴ്മയുള്ള ഹൃദയത്തോടെ ഈ വാക്യങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലും തീർച്ചയായിട്ടും എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരും, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ രൂപാന്തരം വരും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. Over a period of time, of course. അത് വരാൻ കുറച്ച് സമയം എടുക്കും, എന്നാലും അത് നടക്കും. Proverbs 28:27. സദൃശ്യവാക്യങ്ങൾ 28:27. If you have not read this verse earlier, we may be slightly stunned. നമ്മൾ ഈ ഒരു വാക്യം നേരത്തെ വായിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്യമാണിത്. He who gives to the poor will never want. ദരിദ്രന് കൊടുക്കുന്നവൻ കുറച്ചിൽ ഉണ്ടാകയില്ല. But he who shuts his eyes will have many curses. കണ്ണ് അടച്ച് കളയുന്നവനോ ഏറിയൊരു ശാപമുണ്ടാകും. Oh, sorry, we all thought that if we do some wicked thing, we will have curses. But brother, this seems to be not, അയ്യോ, ഞങ്ങൾ വിചാരിച്ചിരുന്ന വല്ല ദുഷ്ടത കാണിച്ചാലാണ് ശാപം കയറ്റി വെക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഈ എഴുതിയ കാര്യമോ, അവിടെ ശാപം വരുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. We'll have many curses. That's also interesting that ഇവിടെ എഴുതിയിരിക്കുന്നത് ഏറിയൊരു ശാപം ഉണ്ടാകും എന്നാണ്. Now, do you remember a parable which Jesus Christ spoke about the rich man and Lazarus? ധനികനായ മനുഷ്യന്റെയും ലാസറിന്റെ ഒരു ഉപമ യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? That parable does not mean that, oh, if you are poor, you will end up in heaven. No, that doesn't mean that. ആ ഉപമ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അർത്ഥമാക്കരുത്, അതായത് നമ്മൾ ദരിദ്രരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകും, അങ്ങനെയല്ല. No, the focus is on the rich man. അവിടെ ദൈവം കേന്ദ്രീകരിച്ചത് ആ ധനികനായിട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തിലാണ്. He closed his eyes. ആ ധനികനായിട്ടുള്ള മനുഷ്യൻ തന്റെ കണ്ണുകളെ അടച്ചു കളഞ്ഞിരുന്നു. While he was living in opulence, ആ ധനികനായിട്ടുള്ള മനുഷ്യൻ ആർഭാടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ he just did not care to give even a little bit to that guy who was just by his gate. തന്റെ ആ കവാടത്തിന്റെ മുൻപിൽ കിടന്നിരുന്ന ആ മനുഷ്യന് ഒരു തുള്ളി പോലും കൊടുക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. Brothers and sisters, I said I will not preach much today because this, it's pretty clear, isn't it? സഹോദരങ്ങളെ, ഞാൻ അധികം പ്രസംഗിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഈ വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ പറയുന്നുണ്ട്. At this point, let me introduce a theological issue. ഈ ഒരു സമയത്ത് ഞാൻ തിയോളജിക്കൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വിഷയത്തെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. Now,
you know, in the Bible and even in history, there is this birth of Jesus and the infancy narratives. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ബൈബിളിലും ചരിത്രത്തിലും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുവിൻ്റെ ആ ശിശുത്വത്തിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Yes? അതെ, ശരിയല്ലേ? Then there is this life and ministry of Jesus. അതിനുശേഷം യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും വർണ്ണിച്ചിട്ടുണ്ട്. There is the teaching of Jesus. യേശുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Then there is the death of Jesus. അതിനുശേഷം യേശുവിൻ്റെ മരണത്തിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. The resurrection of Jesus. യേശുവിൻ്റെ പുനരുദ്ധാനത്തിനെ കുറിച്ച് പറയുന്നു. Then there is the ascension of Jesus and coming of the Holy Spirit. യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിനെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. Dear brothers and sisters, throughout the history of the church, different people have focused on different parts of the Jesus narrative. പ്രിയ സഹോദരങ്ങളെ, സഭയുടെ ചരിത്രത്തിൽ തന്നെ യേശുവിന്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെ കുറിച്ചാണ് വിവരിച്ച് പലര് എഴുതിയിരിക്കുന്നത്. Some people, some parts of the Christian church, they focus on infant Jesus, Unni Yeshu and the mother. സഭയുടെ ചില സഭകള് ഉണ്ണിയേശുവും യേശുവിന്റെ അമ്മയെക്കുറിച്ച് മാത്രമേ കേന്ദ്രീകരിച്ച് പറയാറുള്ളൂ. There are other churches who focus on the teachings of Jesus. മറ്റു ചില സഭകൾ യേശുവിന്റെ ഉപദേശങ്ങളെ കേന്ദ്രീകരിച്ചാണ് പറയുന്നത്. Some people focus on the miracles and healings of Jesus. മറ്റു ചില സഭകൾ യേശുവിന്റെ സൗഖ്യങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചുമാണ് വിവരിച്ച് പറയുന്നത്. Then there are churches which focus on the death and crucifixion of Jesus and the justification that we receive from that. എന്നാൽ മറ്റു ചില സഭകൾ യേശുവിന്റെ മരണത്തെക്കുറിച്ചും ക്രൂശീകരണത്തെക്കുറിച്ചും അതിൽ കൂടി ലഭിക്കുന്ന നീതീകരണത്തെക്കുറിച്ചുമാണ് പ്രസംഗിക്കാറുള്ളത്. Then there are other churches who focus on the resurrection and the glory and the victory that we have in Christ Jesus. എന്നാൽ മറ്റു ചില സഭകൾ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനവും അതിന്റെ മഹത്വവും നമുക്ക് യേശുക്രിസ്തുവിൽ കൂടെയുള്ള ജയത്തിനെ കുറിച്ചുമാണ് പ്രസംഗിക്കുന്നത്. And then there are churches who focus on the ministry of the Holy Spirit. എന്നിട്ട് മറ്റു ചില സഭകളാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു. My question to you is, which part should we focus on? നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്, ഇതിലെ ഏത് കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്? The Disciples Fellowship? The Disciples Fellowship സഭ ഏത് കാര്യത്തിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? Personally, there was a time, because of the kind of teaching that I was receiving, എൻ്റെ ജീവിതത്തിൽ ഒരു സമയമുണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ ചില പ്രത്യേക ഉപദേശങ്ങൾ ആയിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. No, I was receiving the teaching about the importance of the death on cross of Jesus Christ. യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രവൃത്തിയെക്കുറിച്ചും ഉള്ള പഠിപ്പീരായിരുന്നു ഞാൻ പ്രാപിച്ചുകൊണ്ടിരുന്നത്. You know what? I actually thought, why didn't Jesus come? Because he came to die, isn't it? Come, do the work and go back here. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത്, യേശുക്രിസ്തു എന്തായാലും മരിക്കാൻ വേണ്ടിയാണല്ലോ വന്നത്, എന്നാൽ നേരിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് അങ്ങനെ തന്റെ ആ ജോലി തീർത്തിട്ടങ്ങ് പോകരുതായിരുന്നോ? What is the need of Matthew, Mark? The passion narrative is okay, but what about the previous passage? Everything is finished. There's no point of what he said. No, that's all. Cross is there. That's enough. യേശുവിന്റെ ആ കഷ്ടാനുഭവങ്ങളെ കുറിച്ചൊക്കെ ഈ സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ അതിന്റെ മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, മത്തായി മർക്കോസിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ വല്ല ആവശ്യകതയുണ്ടോ? What about the teachings of Jesus Christ? യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ, അതിന് പ്രാധാന്യമില്ലേ? What about the life of Jesus Christ that he showed to us? യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി വെച്ചിരിക്കുന്ന തന്റെ ജീവിതത്തിന് മഹാത്മ്യമില്ലേ? Dear brothers and sisters, I believe that I don't want to claim that all those different church groups are gone case. I or our church is the only one which keeps all things together.
but at least my desire is that, oh Lord, help us not to neglect any of these things. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ ഒരിക്കലും പറയുകയില്ല മറ്റ് സഭകളെല്ലാം തെറ്റാണെന്നും അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ആഗ്രഹം ഇതാണ്, കർത്താവേ, ഞങ്ങൾക്ക് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഒന്നിച്ച് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. You can clearly understand, brothers and sisters, if you are only focusing on one aspect, oh, I am justified, I have finished, then whatever Jesus said about poor and various other things will not make any sense to you, because you are anyway heaven bound, that is it. അപ്പോൾ നമ്മൾ അഥവാ ഒരു യാഥാർത്ഥ്യത്തിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, ഉദാഹരണത്തിന്, ഓ, ഞാൻ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ സ്വർഗത്തിൽ പോയാൽ മതി, എല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു, സ്തോത്രം സ്തോത്രം എന്ന് മാത്രം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, പിന്നെ ദൈവവചനത്തിൽ ദരിദ്രരെ കുറിച്ച് ഓർക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ എന്തോ ആകും? Or many other things. അല്ലെങ്കിൽ അങ്ങനത്തെ പല സത്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കണ്ടേ? Okay, I want to move on. ഇനി ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. There's a wonderful passage in Deuteronomy chapter 15. ആവർത്തന പുസ്തകം 15-ാമത്തെ അധ്യായത്തില് verse 7 onwards. അതിന്റെ 7-ാമത്തെ വാക്യം തൊട്ട് വളരെ നല്ല ചില കാര്യങ്ങൾ Wonderful instruction given by God through Moses. മോശയിൽ കൂടെ ദൈവം വളരെ മനോഹരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. Very practical instruction. വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ചില നിർദ്ദേശങ്ങൾ. Sometimes people talk as if the word of God is not practical. They say, okay, this is what word of God says, now practically what we have to do. But they are practical, or it is practical. See, I understand that sometimes we have to think of what we have to do, but definitely look at the practicalities here, you know. ചിലപ്പോൾ ചിലരൊക്കെ ചിന്തിച്ചേക്കാം, ഓ, ദൈവവചനം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊന്ന് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ ആവർത്തന പുസ്തകം 15-7 വളരെയധികം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് ചിന്തിച്ചെടുക്കണം. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If there is a poor man with you, one of your brothers or sisters, you know, in any of your towns, in your land in which the Lord your God is giving you, you shall not harden your heart nor close your hand from your poor brother. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും ഇരിക്കരുത്. Verse 9. 9-ാമത്തെ വാക്യം. You know, the Lord also knows our mindset. So he says, you know, Pastor Jeffy had reminded us that every 7th year, all the debts will be, you know, there is a year of remission. പാസ്റ്റർ ജെഫി നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി, വിമോചന സംവത്സരമായ 7-ാം ആണ്ടില് എല്ലാ വായ്പകളും തീർത്ത് കളയും, അത് വേണ്ട എന്ന് വെക്കും എന്നുള്ള Look at what is written. Beware that there is no base thought in your heart saying, the 7th year, the year of remission is near, and your eye is hostile towards your poor brother, and you give him nothing. Imagine, like 2022 is that 7th year, okay? So you say, Arey, if I give now, nashtama, you know, so maybe next year I will give, so that, you know, something like that. Don't have such thoughts also. ആവർത്തന പുസ്തകം 15-9 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിമോചന സംവത്സരമായ 7-ാം ആണ്ട് അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും, ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണ് നിർദ്ദയമായിരുന്നു അവന് ഒന്നും കൊടുക്കാതെ ഇരിക്കുകയും, അവൻ നിനക്ക് വിരോധമായി യഹോവയുടെ നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. അതായത് ഉദാഹരണത്തിന് 2022 അത് വിമോചന സംവത്സരത്തിന്റെ വർഷമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, ഓ, ഈ വർഷം ഞാൻ വായ്പ കൊടുത്താൽ പിന്നെ വിമോചന സംവത്സര വർഷം വരാൻ പോവുകയാണ്, അപ്പോൾ എനിക്കത് തിരികെ കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കൊടുക്കാം. The Lord knows our mind will work, you know. ദൈവത്തിന് അറിയാം നമ്മുടെ മനസ്സും ചിന്തകളും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. And please note one other thing, that poor person may cry, and that cry will be heard by God. The same thought is, you know, echoed by James in his letter also, that these people who are oppressed may
they will cry out, and that cry will reach God. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ദരിദ്രനായിട്ടുള്ള സഹോദരൻ യഹോവയോട് നിലവിളിക്കുകയും യഹോവ അത് കേൾക്കുകയും ചെയ്യും. യാക്കോബിന്റെ പുസ്തകത്തിലും ഇതേ കാര്യമാണ് പറയുന്നത്. ആ ദരിദ്രനായിട്ടുള്ള വ്യക്തി ദൈവത്തോട് നിലവിളിക്കും എന്ന്, യഹോവ അത് കേൾക്കുകയും ചെയ്യും എന്ന്. Now, some of you, when you are hearing this verse, we are getting slightly, I don't know, maybe the poor people in the church will use this verse against the rich people and say, you are not giving us to us, you are sinning. അപ്പോൾ എന്നെ ഈ കാര്യങ്ങൾ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ചിന്തിച്ചേക്കാം, ഷോ ഇനി ഈ സഭയിലുള്ള ദരിദ്രരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ എതിരെ എഴുന്നേൽത്തിട്ട് അവരിനി ഇങ്ങനെ പറയും, നിങ്ങളുടെ പണം ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ, നിങ്ങൾ പാപം ചെയ്യണം. Well, all I want to say is this verses were given not only to the rich Israelites, it was given to all the Israelites, and all the Israelites were hearing these verses. Relax, don't worry. People can always misuse verses, but relax. This is the word of the Lord. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതിതാണ്, ഈ വാക്യങ്ങൾ എല്ലാ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയും ദൈവം കൊടുത്തിരുന്ന വാക്യങ്ങളാണ്. അത് ധനികരായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും ചില ആൾക്കാരെങ്കിലും ഈ വാക്കുകളെ ദുരുപയോഗപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കാം. Please read verse 10. Deuteronomy 15 verse 10. 15:10 വായിക്കാം. You shall generously give to him, your heart shall not be grieved when you give to him, because for this thing the Lord your God will bless you in all your work and in all your undertakings. Wow. നീ അവന് കൊടുത്തേ മതിയാവൂ, കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവർത്തികളിലും സകല പ്രയത്നങ്ങളിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. Oh, what a promise. ഓ, ഇതെന്തൊരു മനോഹരമായിട്ടുള്ള വാഗ്ദത്തമാണ്. God will bless you in all your work നിന്റെ സകല പ്രയത്നത്തിലും ദൈവം നിങ്ങളെ and in all your undertakings. നിന്റെ എല്ലാ കാര്യങ്ങളിലും നിന്നെ അനുഗ്രഹിക്കും. Deuteronomy chapter 26. ആവർത്തന പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. See, again I said God is a very practical God. He doesn't just give general principles, he says specific things to be done also. ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും പറയുന്നു, ദൈവം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് വളരെ അധികം ചിന്ത കാണിക്കുന്ന ദൈവമാണ്. So apart from the 10% or tithes which they had to give, every third year they had to set aside 10%. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ദശാംശം എന്തായാലും കൊടുക്കേണ്ടിയിരുന്നു. ആ ദശാംശം മാത്രമല്ല, എല്ലാ 3 വർഷത്തിലും അവർക്ക് കുറച്ച് പണം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. Especially that should be given to the stranger, to the orphan and to the widows. ആ പണം പ്രത്യേകിച്ചും പരദേശിക്കും അനാഥർക്കും വിധവകൾക്കും വേണ്ടി മാറ്റിവെക്കേണ്ടതായിരുന്നു, അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. I think, yesterday when Pastor Jeffy was saying that, why don't you write down some decisions you have taken? One of the things which came to my mind was to be more intentional and more deliberate in giving to the poor. ഇന്നലെ പാസ്റ്റർ ജെഫി നമ്മളോട് ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മൾക്ക് പ്രായോഗിക തലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ കൊണ്ട് എഴുതിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇതാന്ന് വന്നത്, നമ്മൾ ദരിദ്രർക്ക് വേണ്ടി ബോധപൂർവം നമ്മൾ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. Let me take you to another very interesting passage, if you have not already seen it, Psalm 41. സങ്കീർത്തനം 41 വളരെ താല്പര്യം ഉണർത്തുന്ന ഒരു വാക്യമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കത് നോക്കാം. Psalm 41. സങ്കീർത്തനം 41. How is a Psalm of David? He says, how blessed is he who considers the helpless. The Lord will deliver him in the day of trouble. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ,
അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. Oh. The Lord will deliver him in a day of trouble. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എന്നാണ് Verse 2. എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ വാക്യം, The Lord will protect him and keep him alive, and he shall be called blessed upon the earth, and he will not give him over to the desire of his enemies. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും, അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല. So the way we look at deal with the poor is related even to the victories that we have. അപ്പോൾ നമ്മള് ദരിദ്രരെ എളിയവരെ നോക്കുന്ന രീതി, അതും നമ്മുടെ ജീവിതത്തിലുള്ള ജയങ്ങളും അതിൽ തമ്മിൽ എന്തോ പരസ്പര ബന്ധമുണ്ടെന്നാണ് അർത്ഥം. And look at the verse 3. മൂന്നാമത്തെ വാക്യം ഒന്ന് നോക്കിക്കൊള്ളാം. The Lord will sustain him upon his sick bed. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, In his illness you restore him to health. ദീനത്തിൽ നീ അവന്റെ കിടക്ക എല്ലാം മാറ്റി വിരിക്കുന്നു. Wow. Very interesting. ഓ, ഇത് ശരിക്കും These are not verses which I have made up, dear brothers and sisters. It's in the word of the Lord. ഈ കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, ഇത് ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. Another very interesting passage, which is a long passage, is in Isaiah 58. I would like to read few verses from there. വേറെ താല്പര്യമുണർത്തുന്ന ചില വാക്കുകൾ യശയാവ് 58 കൊടുത്തിരിക്കുന്നത്. അതിലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. You see, there, verse 1 onwards. ഒന്നാമത്തെ വാക്യം തൊട്ട് വായിക്കാം. Cry loudly, do not hold back. Raise your voice like a trumpet and declare to my people their transgression and to the house of Jacob their sins. So God is telling to Isaiah, and through Isaiah he is speaking to Israel. യഹോവ യശയാവിനോട് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ യശയാവ് ചില കാര്യങ്ങൾ ഇസ്രായേലിനോട് പറയുന്നു. ഇങ്ങനെയാണ്: ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. And verse 2. See, Israel has sinned, but they seek me day after day and delight to know my ways. As a nation that has done righteousness and has not forsaken the ordinance of their God. They ask me for just decisions. They delight in the nearness of God. അപ്പോൾ ഇസ്രായേൽ മക്കള് ചില കാര്യങ്ങൾ പറയുന്നു. അവർ രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു, നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. So here is the people of Israel saying, oh, we are so nice people, we want to know your will, we want to do, we want your presence. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഇങ്ങനെയാണ് ദൈവത്തോട് പറയുന്നത്, ദൈവമേ, ഞങ്ങൾ നല്ല ആൾക്കാരല്ലേ, ഞങ്ങൾക്ക് അങ്ങയുടെ ഹിതം അറിയണം, ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. But verse 3. പക്ഷേ മൂന്നാമത്തെ വാക്യം, half of it is what Israel says and the next half is what God says. അതിന്റെ ഒരു ഭാഗത്തിൽ ഇസ്രായേൽ പറയുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്, മറ്റു ഭാഗത്തിൽ ദൈവം പറയുന്ന So the Israelite says, why have we fasted and you are not seeing? Why have we humbled ourselves and you do not notice? ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? So God answers, God says, on the day of your fast you do your desire and you drive hard all your workers. അപ്പോൾ ദൈവം അവരോട് ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. Then God says to them, what is the true fast? അതിനുശേഷം ദൈവം അവരോട് പറയുന്നു ശരിയായിട്ടുള്ള ഉപവാസം എന്താണെന്ന്. Let's jump to verse 7. 7ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. True fast is to divide your bread with the hungry and bring the homeless poor into the house.
ശരിയായിട്ടുള്ള ഉപവാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം വിശപ്പുള്ളവരുടെ കൂടെ പങ്കുവെക്കുവാനും ദരിദ്രരെ നിങ്ങളുടെ വീട്ടിലേക്ക് I think the ക്ഷണിക്കുന്നതുമാണ്. second part may be difficult for many of us. Bring to house. Yeah, we can go to. Anyway, when you see the naked, to cover him and to hide, and not to hide yourselves from your own people. അപ്പോൾ അലഞ്ഞു നടക്കുന്ന സാധുക്കളെ വീട്ടിലേക്ക് ചേർത്ത് കൊള്ളുന്നത് അത് നമ്മളിൽ പലർക്ക് പ്രയാസമുള്ള കാര്യമായിരിക്കും. അതിനുശേഷം എഴുതിയിരിക്കുന്നത്, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ. Now, if you do like this, God says, ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ then, അപ്പോൾ, then, if you do like this, then, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അപ്പോൾ, then your light will break out like the dawn. അപ്പോൾ നിന്റെ ആ വെളിച്ചം പകൽ ഉഷസ് പോലെ വെളിപ്പെടും, പ്രകാശിക്കും. The glory of Lord will be your rear guard. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. We in this WhatsApp page we are unable to quote the whole book, so the glory of the Lord will be your rear guard. Sunil brother. നമ്മുടെ ഈ വാട്സാപ്പിന്റെ കാലത്ത് നമ്മൾ പല പുസ്തകങ്ങളുടെ അകത്തുനിന്ന് എടുത്ത് പറയത്തില്ല, നമ്മൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു വാക്യം എടുത്ത് സുനിൽ ബ്രദറെ യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും എന്ന് മാത്രം എടുത്ത് പറയും. No. Sunil brother, if you do like this, then the glory of the Lord will be your rear guard. അപ്പോൾ നമ്മൾ അങ്ങനെ മാത്രം എഴുതരുത്, നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടത്, സുനിൽ ബ്രദറെ നിങ്ങൾ ഇന്ന കാര്യം ചെയ്താൽ അങ്ങനെയാണെങ്കിൽ യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. Verse 9. 9ാമത്തെ വാക്യം, then. അപ്പോൾ. And look at the image here, brothers and sisters. Wonderful image. അപ്പൊ ഇവിടുത്തെ ചിത്രീകരണത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. If you share your bread with the hungry, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുത്താൽ, you bring the homeless poor to your house, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് you കൊള്ളാൻ, cover the naked, നഗ്നനെ കണ്ടാൽ അവരെ ഉടുപ്പിക്കുമ്പോൾ, then you shall call and the Lord will answer. അപ്പോൾ നീ വിളിച്ചപേക്ഷിക്കുകയും യഹോവ ഉത്തരം അരുളുകയും ചെയ്യും. You will cry. Oh, look at that. It's a poetic, but just imagine. You will cry and God will say, here I am. അപ്പോൾ പദ്യരൂപത്തിൽ അത് എഴുതിയിരിക്കുന്നത് എത്ര മനോഹരമാണ്, ശ്രദ്ധിച്ചുകൊള്ളുക. നീ വിളിക്കും, ഞാൻ വരുന്നു എന്നവൻ അരുളി ചെയ്യും. Verse 10. 10ാമത്തെ വാക്യം, if you give yourselves to the hungry, വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും and satisfy the desire of the afflicted, കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ, then your light will rise in darkness, അപ്പോൾ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, and your gloom will become like midday. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. Verse 11, verse 11 is a verse which many people like, the Lord will continually guide you. 11ാമത്തെ വാക്യം, അത് നമ്മളിൽ പലർക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്യമാണ്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും, and satisfy your desire in scorched places. വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കും, and give strength to your bones. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. You will be like a watered garden, നീ നലവുള്ള തോട്ടം പോലെയാകും, and like a spring of water whose waters do not fail. വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും നീ ആകും. Oh, what wonderful promises, dear brothers and sisters. എന്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര മനോഹരമായിട്ടുള്ള വാഗ്ദത്തങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. I think many of us just, some of us say, I am blessed in Christ. All these blessings are already mine. Whether I shut my eyes or not, I am blessed in Jesus. അപ്പോൾ നമ്മളിൽ ചിലരൊക്കെ ഇങ്ങനെ പറയും, യേശു ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഈ അനുഗ്രഹങ്ങളെല്ലാം എൻ്റേത് തന്നെയാണ്, ഞാൻ ദരിദ്രരുടെ ആവശ്യങ്ങൾക്ക് കണ്ണടച്ച് വെച്ചാലും ശരി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എന്തൊരു കാര്യമാണ് നമ്മൾ ഈ പ്രഖ്യാപിക്കുന്നത്.
Jesus Christ also gives us a very practical advice. യേശു Another practical advice. യേശു ക്രിസ്തുവും നമുക്ക് മറ്റൊരു പ്രായോഗികമാക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് Very തരുന്നുണ്ട്. implementable advice. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് Sorry, I നമ്മളോട് don't mean the പറയുന്നത്. others are not implementable. I am saying that this is a very specific thing. അപ്പോൾ മറ്റ് യേശുക്രിസ്തു പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഇന്നൊരു കാര്യം അത് വളരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. Luke chapter 14 verse 12. ലൂക്കോസിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 12-ാം വാക്യം. Hallelujah. And he also went on to say, one who had invited him, when you give a lunch or dinner, do not invite your friends or your brothers or your relatives or rich neighbors. Otherwise, they may also invite you in return, and that will be your repayment. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. Verse 13, but when you give a banquet, invite the poor, the crippled, the lame, and the blind. 13-ാമത്തെ വാക്യത്തിൽ ഇതാണ്, നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം. And you will be blessed, since they do not have the means to repay you, for you will be repaid at the resurrection of the righteous. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ലഭിക്കും. Hallelujah. You see, Hallelujah. now, in the morning I got an image about this. That is, you see, you go to the post office, you say, I am putting, say, 10,000 rupees in 5-year term deposit. അപ്പം ഈ വാക്യത്തിന്റെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ഇന്ന് രാവിലെ വരുമായിരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു 5 വർഷത്തെ ഒരു ടേം ഡിപ്പോസിറ്റിന് വേണ്ടി പണം അവിടെ കൊടുക്കുന്നു. So the post office or the government is saying, at the end of 5 years, we will give you the principal. Yeah? They are giving you a promise. അപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ ഒരു വാഗ്ദത്തം തരുവാണ്, 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രിൻസിപ്പൽ തുക തിരികെ കിട്ടാൻ പോവുകയാണ്. You will be repaid. നിങ്ങൾക്ക് അതിനുള്ള അത് തിരികെ കിട്ടാൻ പോവുകയാണ്. And you believe them, isn't it? അപ്പോൾ നിങ്ങൾ അതങ്ങ് വിശ്വസിക്കുമല്ലേ? And we put the money there. എന്നിട്ട് നമ്മുടെ പണം അവിടെ കൊടുക്കാറുണ്ട്. God says, you will be repaid at the resurrection. പക്ഷെ ദൈവം പറയുന്നത്, പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. Dear brothers and sisters, I want to challenge you. In your life, have a special eye for the people who are downtrodden and poor and whom no one talks to. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദരിദ്രരായിട്ടുള്ളവരും അങ്ങനെ സമൂഹത്തിൽ നിന്നും തള്ളപ്പെട്ടവരും അല്ലെങ്കിൽ ആരും സംസാരിക്കാത്തവരും അങ്ങനത്തെ ഉള്ളവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. Preferentially call them, invite them, go to their home. Preferentially. Jesus has said, not that you hate everybody else. God doesn't want us to be some kind of a communist who hates the rich. യേശുക്രിസ്തു പറഞ്ഞത്, അവർക്ക് മുൻഗണന കൊടുത്ത് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ വീട്ടിലേക്ക് പോകുക. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ഒരു കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ധനികരെ വെറുക്കുന്ന വ്യക്തി അല്ലായിരുന്നു. That's not how we have to be. നമ്മളും അതുപോലെ ആകരുത്. We should not hate the rich. നമ്മൾ ധനികരെ വെറുത്തുകൂടാ. But we must preferentially love the poor. പക്ഷേ നമ്മൾ ദരിദ്രർക്ക് മുൻഗണന കൊടുത്ത് അവരെ സ്നേഹിക്കണം. I'm coming to the end of my time here. എൻ്റെ സമയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ കടക്കുവാണ്.
when the Spirit of the Lord came on the day of Pentecost. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന സമയത്ത്, And Brother CB mentioned it. ബ്രദർ CB അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. A great change came, isn't it? വലിയൊരു വ്യത്യാസം ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നു, People അല്ലേ? of God were filled with boldness and they spoke the word of God with all power, and signs and wonders came. ദൈവജനത്തിന്റെ ഉള്ളിൽ വളരെയധികം ധൈര്യം വന്ന് അവര് ദൈവവചനത്തിനെ പ്രഖ്യാപിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ കൈകളാൽ സംഭവിച്ചു. But we forget about another great change which came after the coming of the Spirit. പക്ഷേ പരിശുദ്ധാത്മാവിന് വരവിന് ശേഷം ഒരു വലിയ വ്യത്യാസം വന്ന് വേറെ ഒരു കാര്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല, മറന്നു പോകാറുണ്ട്. They had all things in common. അവർക്ക് സകല വസ്തുവകകളെല്ലാം അവരുടെ ഒന്നുപോലെയായിരുന്നു. അവർ They would sell their possessions. അവരുടെ വസ്തുവകകളൊക്കെ അവർ വിറ്റിരുന്നു. As people had need, they gave money. ആവശ്യമുള്ള അനുസരിച്ച് അവരെ പണം മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. Even in Acts chapter 4, the place where they were sitting was shaken. Chapter 4 verse 31. അപ്പോസ്തല പ്രവൃത്തി 4:31 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ ഇരുന്ന ആ സ്ഥലം കുലുങ്ങി എന്ന്. Now even today people want the place where they sit to be shaken. ഇന്നത്തെ കാലത്തും പല വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ഇതാണ്, അവരെ പ്രാർത്ഥിക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങണം എന്ന്. But not only that place was shaken, but they spoke the word of God with boldness. ആ സ്ഥലം കുലുങ്ങുക മാത്രമല്ല, അവർ വളരെ ധൈര്യത്തോടെ ദൈവവചനത്തിനെ പ്രഖ്യാപിച്ചിരുന്നു. But Luke quickly he goes forward, but he says something very important in verse 32. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ലൂക്കോസ് വേറൊരു കാര്യത്തിലേക്ക് കടക്കുന്നു. And the congregation of those who believed were of one heart and soul, and not one claimed that anything belonging to him was his own, but all things were common property to them. 32ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായിരുന്നു, തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. Dear brothers and sisters, I want to narrate a small incident in my life. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ചെറിയൊരു സംഭവം വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. It was the year 2000, that means around 21 years back. ഏകദേശം 21 വർഷങ്ങൾക്ക് മുമ്പ് 2000 ആയിരുന്നു ഈ സംഭവം നടന്നത്. Or 99, I forget it. I think it was 99 or 2000. അത് 1999-ലോ 2000-ലോ ആയിരുന്നു ഈ സംഭവം നടന്നത്. I was in Delhi at that time. ഞാൻ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു. Much younger. കുറെ കൂടെ ചെറുപ്പമായിരുന്നു അന്ന്. And one of our brothers in the church was getting married. എൻ്റെ സഭയിലുള്ള ഒരു സഹോദരന്റെ വിവാഹം നടക്കാൻ പോവുകയായിരുന്നു. So he was actually a pastor's son. അദ്ദേഹം ഒരു പാസ്റ്ററിന്റെ മകനായിരുന്നു. I mean, he was basically he didn't have money. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ആ വ്യക്തിക്ക് അധികം പണമൊന്നും ഇല്ലായിരുന്നു. Now he was getting married to a lady from our church only. That lady was a wonderful believer. ആ വ്യക്തി കല്യാണം കഴിക്കാൻ പോകുന്ന യുവതി എന്ന് പറയുന്നത് വളരെ നല്ലൊരു വിശ്വാസിയായിരുന്നു, ഞങ്ങളുടെ സഭയിലുള്ള വിശ്വാസി തന്നെയായിരുന്നു. She came from a Hindu background. അവൾ ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിരുന്നു. Here was this brother who was from a pastor's son. പക്ഷെ ഈ സഹോദരൻ എന്ന് പറയുന്നത് ഒരു പാസ്റ്ററിന്റെ മകനായിരുന്നു. But the church was very happy and we wanted that marriage to happen. സഭയ്ക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് വളരെ സന്തോഷമുണ്ടായിരുന്നു, ഈ വിവാഹം നടക്കണം എന്നായിരുന്നു സഭയുടെ ആഗ്രഹം. But because this girl was from a Hindu background and all her relatives were against her and against any marriage with a Christian. പക്ഷെ ഈ യുവതി എന്ന് പറയുന്നത് ഹിന്ദു കുടുംബത്തിൽ നിന്നുള്ളതായിരുന്നത് കൊണ്ട് അവളുടെ കുടുംബാംഗങ്ങളും എല്ലാം ക്രിസ്തീയ കാര്യങ്ങളോടെല്ലാം എതിർത്ത് നിന്നു, ഈ വിവാഹത്തിനോട് തന്നെ എതിർത്ത് നിന്നിരുന്നു. So anyway, finally the marriage was happening. ആ വിവാഹം എന്തായാലും അങ്ങ് നടക്കാൻ പോകുകയായിരുന്നു. And we felt that yes, we must support them. അപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു, നമ്മൾക്ക് അവരുടെ കൂടെ നിൽക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന്. And you know what? I was getting some limited money at that time, but I went and told this brother. അപ്പോൾ ആ സമയത്ത് എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് അധികം ഒന്നും ഇല്ലായിരുന്നു, എന്നാലും
ഞാൻ ഈ സഹോദരൻ്റെ അടുത്ത് പോയി ചില കാര്യങ്ങൾ പറഞ്ഞു. I said, brother, I think I would like to support you. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു, സഹോദരാ, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I don't have money, but my wife has a little bit of ornaments. I think we can sell it. എൻ്റെ കയ്യിൽ അധികം പണമൊന്നും ഇല്ല, പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് സ്വർണം ആഭരണങ്ങളുണ്ട്, അത് വേണമെങ്കിൽ ഞങ്ങൾ വിൽക്കാം. Initially he was reluctant, but later he accepted it. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ സഹോദരൻ ആദ്യമേ കുറച്ച് മടിച്ചെങ്കിലും പിന്നെ ഇതിനോട് സമ്മതിച്ചു. Years later, when I look back, വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ I think, how could I have done that? ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഷോ എങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുത്തു എന്ന്. I mean, I didn't have anything, anything much in my hand. എൻ്റെ കയ്യിൽ അധികം പണമൊന്നും ഇല്ലായിരുന്നു. But dear brothers and sisters, I don't know, when the Spirit of the Lord works, we really do things which later on we ourselves may think that how we can do like that. പക്ഷേ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ അതിശയിക്കും, അയ്യോ എങ്ങനെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. As a matter of fact, I had forgotten that, but this brother repeatedly, many times when I meet, he said, oh brother, you really helped us that time and we were so blessed, etc., etc. Then, oh, I did something, huh? സത്യം പറഞ്ഞാൽ ഞാൻ ആ സംഭവത്തെക്കുറിച്ച് മറന്നു പോയായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ സഹോദരൻ ഞങ്ങളെ കണ്ടുമുട്ടുമ്പോൾ എന്നോട് ഇങ്ങനെ പറയും, ഓ സഹോദരാ, നിങ്ങൾ അന്ന് എന്നെ ഇങ്ങനെ സഹായിച്ചില്ലേ, അത് എത്ര നല്ലതായിരുന്നു, നന്ദി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. Dear brothers and sisters, I am not giving a list of whatever good things I have done to you. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്തൊക്കെ നല്ല പ്രവൃത്തി ചെയ്തു എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങളോട് പറയാൻ പോവുകയല്ല. I will lose my reward. അങ്ങനെ ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്കുള്ള ആ ഒരു റിവാർഡ് അത് ഞാൻ കളയും. All I am saying is, when the Spirit of God is at work in our lives, dear brothers and sisters, we ourselves will not be too mindful about even our own future or anything. We may end up doing and many things which when we look back, we ourselves will wonder, what, I did that, or if I have to do like that today, I need the grace of God. ഞാൻ ഇത്ര മാത്രമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. ആ സമയത്ത് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുക ഒന്നും ചെയ്യുകയില്ല. എന്നിട്ട് പല സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തന്നെ അതിശയിക്കും, എങ്ങനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന്. Hallelujah. I really want to encourage all of you to think about these things, talk about these things in the family, discuss about, some of the practical aspects about how to personally you can do, maybe as a group, we have agape, and how we can help the poor in the community, etc. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ആഗ്രഹം ഇതാണ്, നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, കുടുംബാംഗങ്ങളുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, പ്രാവർത്തികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അത് ചെയ്യുകയും നിങ്ങൾ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ അഗാപ്പെ സെൻറ്റർ വഴിയോ എങ്ങനെയെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചില നടപടികൾ എടുക്കണം. Let us remember the poor. നമ്മൾ ദരിദ്രരെ ഓർക്കാം. In other words, let us not forget the poor. അതായത് നമ്മൾ ദരിദ്രരെ മറന്നു പോകരുത്. You see, we can easily forget the poor. ദരിദ്രരെ നമ്മൾക്ക് വളരെ ഈസിയായിട്ട് അങ്ങ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. Because they are not prominent. എന്താന്ന് വെച്ചാൽ അവർ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരല്ല. Because we may not receive much from them. എന്താന്ന് വെച്ചാൽ അവരിൽ നിന്നും നമ്മൾ അധികം പ്രാപിക്കാനൊന്നും പോകുന്നില്ല. We may forget the poor because actually it is uncomfortable to serve them. അവരെ സേവിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ടും നമ്മൾ ചിലപ്പോൾ അവരെ മറന്നേക്കാം. We may have to go to their home and their home may not have good facilities. നമ്മൾ ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിൽ നല്ല ഇരിക്കാനുള്ള കസേരയോ ഒന്നും കാണത്തില്ലായിരിക്കും.
We may be concerned about our own issues. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചില പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായിരിക്കും. We may not have enough faith. നമുക്ക് ചിലപ്പോൾ അധികം വിശ്വാസം കാണത്തില്ലായിരിക്കും. We may even have experiences where people have misutilized our generosity. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പലരോട് കഴിഞ്ഞ നാളുകളിൽ ഔദാര്യം കാണിച്ച് അവരതിനെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. We may even say that we may even blame the poor. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദരിദ്രരെ തന്നെ കുറ്റപ്പെടുത്തിയേക്കാം. These people are lazy. ഇവര് അലസരായിട്ടുള്ളതാണ്. They do not, they are not genuine. അവര് സത്യസന്ധതയുള്ളവരല്ല, അവര് കള്ളത്തരം കാണിക്കുന്നവരാണ്. Now there are some people who may say that I worked hard. That is why I am today at this position. എന്നിട്ട് ചിലരൊക്കെ ഇങ്ങനെയും പറഞ്ഞേക്കാം, ഞാൻ ഇന്ന് ഈ നിലയിലായിരിക്കുന്നത് എന്താണെന്നറിയാമോ, ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ്. So for example, a person like me can say, I studied hard. I studied till 12th. I got through entrance. I studied 5.5 plus 3 years. ഉദാഹരണത്തിന് എന്നെ പോലെ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ അധികമായിട്ട് പഠിച്ചു, ഞാൻ അധ്വാനിച്ചു, 12 പഠിച്ചു, MBBS പഠിച്ചു, എല്ലാം പഠിച്ച് ഞാൻ അധ്വാനിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലായിരിക്കുന്നത്. This working hard business, there are many other people who have worked so hard and don't earn 1/100th of what many earn. അയ്യോ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ ലോകത്ത് പലരുണ്ട്, അവര് വളരെ അധികം അധ്വാനിച്ചിട്ട് പോലും 100-1 പോലും സമ്പാദിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. There are people who are in debts. കടത്തിലുള്ള അനേകരുണ്ട്. There are people who are under the caste system. കാസ്റ്റ് സിസ്റ്റത്തിന്റെ കീഴില് പീഡിക്കപ്പെടുന്ന പലരുണ്ട്. There are people who cannot afford the medical bills. പലർക്ക് അവരുടെ ചികിത്സയ്ക്കുള്ള പണം പോലും അവരുടെ കയ്യിലില്ല. There are people who have become poor because of floods, earthquakes, etc. ഭൂകമ്പം കാരണം, ഫ്ലഡ് കാരണം ഒക്കെ പലരെ ദരിദ്രരായി Because of പോയിട്ടുള്ളവരുണ്ട്. accident, because of handicap. അവരുടെ അംഗവൈകല്യം കാരണം അല്ലെങ്കിൽ ആക്സിഡന്റ് കാരണം ഒക്കെ അവരെ ദരിദ്രരായി പോയിട്ടുണ്ട്. Dear brothers and sisters, laziness is only one among the many causes of poverty. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദാരിദ്ര്യത്തിന്റെ ഒരു കാരണം മാത്രമാണ് അലസത. So when you see a poor person, don't immediately come, must be lazy. അപ്പോൾ നിങ്ങൾ ഒരു ദരിദ്രനെ കാണുമ്പോൾ, ഇവൻ അലസനായിരിക്കും, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. You were born in privilege. That is why most likely you are rich today. നിങ്ങൾക്ക് ഭാഗ്യം ചെന്ന കുടുംബം ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കേണ്ട Maybe you received ആവശ്യമില്ലാത്തത്. education which many people didn't receive. ചിലപ്പോൾ മറ്റ് അനേകർക്ക് കിട്ടാൻ പറ്റാത്ത വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടിയോണ്ടായിരിക്കും നിങ്ങൾ ഈ നിലയിലായിരിക്കുന്നത്. So hello, those all who are well off, let me tell you, don't boast. അതുകൊണ്ട് ധനികരായിട്ടുള്ളവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ അഹങ്കരിക്കരുത്. And I'll end by saying a word to the poor and people who are not well off. അപ്പോൾ അത്രയും പണമില്ലാത്തവരോ ദരിദ്രരായിട്ടുള്ള ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിച്ചു കൊള്ളട്ടെ. Recently I asked one member of our church. അടുത്തിടയിൽ ഞാൻ നമ്മുടെ സഭയിലെ ഒരു വ്യക്തിയോട് ഞാൻ ചോദിക്കുകയുണ്ടായി. I'm not seeing you in church for a long time. Where are you? What's happening? കുറെ നാളായിട്ട് നിങ്ങളെ സഭയിൽ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? I said, are you not even curious to know, Sunil brother, how are you? How is your family? നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയുണ്ട്, സുനിൽ ബ്രദർ എങ്ങനെയുണ്ട്, സുനിൽ ബ്രദറിന്റെ കുടുംബം എങ്ങനെയുണ്ട്, അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോലും നിങ്ങൾക്ക് താല്പര്യമില്ലേ? You know what that person said? അപ്പോൾ ആ വ്യക്തി എന്തുവാ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? Till date, have I ever asked you, how are you? ഇത്രയും നാൾ വരെ എപ്പോഴെങ്കിലും നിങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? No. ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. Because you are at a different level. എന്താന്ന് വെച്ചാൽ നിങ്ങൾ വേറൊരു തലത്തിൽ തന്നെയാണ്, വേറൊരു നിലയിൽ തന്നെയാണ്. And not spiritual level. I mean economic level. ആത്മീയ ലെവലിനെ പറ്റിയല്ല, ആ പണപരമായിട്ടുള്ള കാര്യത്തിന്റെ ആ ലെവലിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. You know what I
what I said to her? അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് എന്തുവാണ് പറഞ്ഞതെന്ന് അറിയാമോ? I said, suppose a man has 5 children. ഞാൻ അവളോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു വ്യക്തിക്ക് 5 മക്കളുണ്ടെങ്കിൽ, Suppose one son is an IAS officer. അതിൻ്റെ അകത്ത് ഒരു മകൻ IAS ഓഫീസർ ആണെങ്കിൽ, And suppose the 4th son is a head load worker. അതിൻ്റെ അകത്തെ 4ാമത്തെ മകൻ ഒരു കൂലിവേലക്കാരനാണ്, ചുമട്ട് തൊഴിലാളിയാണെങ്കിൽ, how do you think they should behave at home? അപ്പോൾ ഈ 2 മക്കളും വീട്ടിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? Sorry, IAS, sorry. അപ്പോൾ ആ 4ാമത്തെ മകൻ IAS ഓഫീസറിനെ കണ്ടിട്ട് ഇങ്ങനെ വണങ്ങി IAS സാറേ എന്നാണോ പറയാൻ പോകുന്നത്? They are brothers. അവർ സഹോദരങ്ങളാണ്. They are brothers. അവർ സഹോദരങ്ങളാണ്. They have the same father. അവരുടെ ഒരേ പിതാവാണ്. Dear brothers and sisters, let me tell you one thing. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. Because you are rich, you are not some great fellow. നിങ്ങൾ ധനികരാണെങ്കിൽ നിങ്ങൾ ഏതാണ്ട് വലിയ ആളൊന്നുമല്ല. And because you are poor, it's not that you are nothing. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല എന്നുമല്ല. In Christ there is neither slave nor free. യേശു ക്രിസ്തുവിൽ സ്വതന്ത്രരായിട്ടുള്ളവർ ആരുമില്ല, അടിമകളും ആരുമില്ല. We are all one in Christ Jesus. യേശു ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. Let no one ever say like this. ആരും നിങ്ങളോട് ഇങ്ങനെ പറയാൻ നിങ്ങൾ അനുവദിക്കരുത്. If you are thinking like this, that is because you do not know who is in you. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ്, നിങ്ങളുടെ ഉള്ളിൽ ആരാണ് വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. That is because your mind has not yet been renewed, your eyes has not yet been opened. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് പുതുക്കം പ്രാപിച്ചിട്ടില്ല, നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ല. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah, hallelujah. Loving Heavenly Father, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, thank you that you have called us in Jesus Christ. യേശു ക്രിസ്തുവിൽ ഞങ്ങളെ വിളിച്ചതിനായിട്ട് നന്ദി. You have called us in Jesus Christ to a living hope. ഒരു ജീവനുള്ള പ്രത്യാശയിലേക്ക് അങ്ങ് ഞങ്ങളെ വിളിച്ചല്ലോ. Lord, you have brought us from different communities, different languages, different backgrounds, and you have made us one in Christ Jesus. കർത്താവേ, അങ്ങ് ഞങ്ങളെ പല ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വിളിച്ച് ഞങ്ങളെ എല്ലാവരെയും ഒന്നാക്കി തീർത്തല്ലോ. Lord, help us to love our brothers and sisters. ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to truly love not only in word but in deed. വാക്കുകളാൽ മാത്രമല്ല ഞങ്ങളുടെ പ്രവൃത്തിയാലും സത്യമായിട്ടും സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Thank you for the abundant instructions and promises that you have given to us in your word. അങ്ങയുടെ വചനത്തിലുള്ള ഇത്രയും നിർദ്ദേശങ്ങളും വാഗ്ദത്തങ്ങളും തന്നതിനായിട്ട് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. Lord, we ask forgiveness for the many times we have closed our eyes and we have closed our hands. ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ കൈകളെയും പല പ്രാവശ്യം അടച്ചു വെച്ചതിനായിട്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു കർത്താവേ. Help us individually and as a church to remember the poor, not only in our church but outside the church and outside Christendom. ഞങ്ങളുടെ സഭയിലുള്ള ദരിദ്രരെ മാത്രമല്ല, സഭയ്ക്ക് പുറത്തുള്ളവരും ക്രിസ്തീയ മതത്തിന് പുറത്തുള്ള ദരിദ്രരെയും ഒക്കെ ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us, O Lord. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. Fill us with your spirit, O Lord. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ In കർത്താവേ. Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ.